അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായ വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മുടെ സൂറ ഹദീദ് 21 ആയത്തുകളാണ് ഇതുവരെ പഠിച്ചത്. ഈ സൂറത്തിൽ 2 പ്രധാനപ്പെട്ട വിഷയമാണ് ഉള്ളത്. ഈ രണ്ടും അള്ളാഹു സംസാരിക്കുന്നത് മുസ്ലിങ്ങളോട് തന്നെയാണ്. എന്നുവെച്ചാൽ മുസ്ലിമായിട്ട് പൂർണ്ണമായും സമർപ്പിക്കാൻ കഴിയാത്തവരെ കുറച്ചും കൂടി പ്രചോദനം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ പാഠങ്ങളാണ് ഈ ആയത്തുകളിൽ. അപ്പം അതിൽ ഒന്നാമത്തെ വിഷയം, ഒരു മുസ്ലിമായിട്ട് തന്നെ നമുക്ക് ഉണ്ടാവേണ്ടുന്ന കുറേ സ്വഭാവ സവിശേഷതകളാണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു മത്സരിച്ച് മുന്നേറുക, സാബിഖു എന്നൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ടാണ്. അതേപോലെ ഈ സൂറത്തിൻ്റെ രണ്ടാമത്തെ ഒരു വിഷയം ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ഇതും വളരെ പ്രധാനമാണ്. കാരണം നമുക്ക് മുസ്ലിമായി നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഉണ്ടാവേണ്ടുന്ന കുറേ കാഴ്ചപ്പാടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു ഈ ലോകത്തിൻ്റെ നിസ്സാരതയെക്കുറിച്ച് പറഞ്ഞത്. പരലോകത്തിൻ്റെ വലുപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇനി അടുത്ത 3 ആയത്തുകളിൽ അള്ളാഹു പറയാൻ പോകുന്നത്. അപ്പോൾ ആയത്തിലേക്ക് വന്നിട്ട് നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാം. 22-ാമത്തെ ആയത്ത്, മാ അസ്വാബ മിൻ മുസീബത്തിൻ. അസാബ എന്ന് പറയുന്നത് ശരിക്കും മുകളിൽ നിന്നും താഴേക്ക് വരിക, അല്ലെങ്കിൽ മുകളിൽ നിന്നും ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നൊക്കെ അർത്ഥം വരുന്നതാണ് അസാബ. മുസീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ മലയാളികൾ തന്നെ വളരെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് മുസീബത്ത്. മുസീബത്ത് എന്ന് പറഞ്ഞാൽ എല്ലാതരം അപകടങ്ങൾ, നഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് മുസീബത്ത് എന്ന് പറയുക. മാ അസ്വാബ മിൻ മുസീബത്തിൻ, നിങ്ങൾക്ക് ഒരു മുസീബത്തും എന്ത് ചെയ്യുന്നില്ല, നിങ്ങളുടെ മുകളിൽ വരുന്നില്ല. ഫിൽ അർളി, ഈ ഭൂമിയിലും, വലാഫി അൻഫുസിക്കും, നിങ്ങളുടെ ദേഹങ്ങളിലും, നിങ്ങളിലും ഈ ഭൂമിയിലും ഒരു മുസീബത്തും സംഭവിക്കുന്നില്ല. ഇല്ലാ ഫി കിതാബിൻ, ഒരു കിതാബിലായിക്കൊണ്ടല്ലാതെ. ഈ കിതാബ് എന്നുള്ളത് ഖുർആനിൽ ധാരാളമായി ഉപയോഗിക്കുന്ന ഒരു പദമാണ്. പക്ഷെ നമ്മുടെ ഒരു സാധാരണ ഗ്രന്ഥം എന്ന അർത്ഥത്തിലല്ല കിതാബ് എന്ന് ഉപയോഗിക്കുന്നത്. കിതാബ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ട്, അതായത് ഒരു രേഖ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു കിതാബ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഖുർആനിൽ തന്നെ ഒരു ചെറിയ വായന ഉള്ളവരാണെങ്കിൽ മനസ്സിലാവും. നമ്മൾ മഹ്ശറയിലെത്തിയിട്ട് നമ്മുടെ കണക്ക് പുസ്തകം എന്ന് വെച്ചാൽ നമ്മുടെ അമലുകളുടെ പുസ്തകത്തെക്കുറിച്ച് പറയുന്നത് കിതാബ് എന്നാണ്. ഇവിടെ അള്ളാഹു പറയുന്നത് ഈ ഭൂമിയിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല, അതൊരു കിതാബിലായിട്ടല്ലാതെ, എന്ന് വെച്ചാൽ അള്ളാഹിൻ്റെ രേഖയിൽ, അള്ളാഹിൻ്റെ ആസൂത്രണത്തിൽ, അള്ളാഹിൻ്റെ പ്ലാനിൽ ആയിക്കൊണ്ടല്ലാതെ. മിൻ ഖബ്ലി, അത് സംഭവിക്കുന്നതിന് മുമ്പേ. നബ്റഅഹ എന്ന് പറഞ്ഞാൽ ബർഉ എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഒരു പേരാണ്, അൽ ബാരി എന്നുള്ളത്. വളരെ കുറച്ചേ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷേ ധാരാളം അർത്ഥങ്ങളുള്ള ഒരു പദമാണ്. ശരിക്കും ബറ എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഖലഖ എന്ന് പറയുന്ന പോലെ തന്നെ ബറ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ വാക്കർത്ഥം ഒന്നിനെ മറ്റൊന്നിൽ നിന്നും വേർതിരിക്കുന്നതിനെയാണ് ബർ എന്ന് പറയുക. എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട്, അതിൽ നിന്ന് ഒന്നിനെ വേർതിരിക്കുന്നതിനെയാണ് ബർ എന്ന് പറയുക. അപ്പം സൃഷ്ടിപ്പിന് ഇത് ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖലഖ എന്ന് പറഞ്ഞാൽ ശരിക്ക് പ്രപഞ്ചത്തിൽ ധാരാളം ഘടകങ്ങളുണ്ട്, ധാരാളം കെമിക്കൽസ്, ധാരാളം ഘടകങ്ങളുണ്ട്. ഇതിനെയൊക്കെ ഒന്നിപ്പിച്ച് ഒന്നിനെ ഉണ്ടാക്കുന്നതിനെയാണ് ഖലഖ എന്ന് പറയുക. അതേസമയം ബർഅ എന്ന് പറയുന്നത് ഒന്നിച്ച ഒന്നിൽ നിന്നും ഓരോന്നിനെ വേർതിരിക്കുന്നതിനെയാണ്. അതും എന്താണ്, ഒരു തരത്തിൽ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ്. ഇവിടെ എന്തിനാണ് അള്ളാഹു ഉപയോഗിച്ചതെന്നാണ് നമ്മളെ വിഷയം. അള്ളാഹു ഒരു സംഭവം സംഭവിക്കുന്നതിനെ കുറിക്കാൻ വേണ്ടി അള്ളാഹ് പറയാണ് എന്ത്, നബ്റഅഹ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിന് മുമ്പേ അതെൻ്റെ രേഖയിലുണ്ട് എന്ന് പറയുന്നതിന് അള്ളാഹ് ഉപയോഗിക്കുന്നത് നബ്റ എന്നാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സംഭവങ്ങളും ശരിക്ക് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ
അള്ളാന്റെ ഒരു ആസൂത്രണത്തിൽ ഒരേ ലക്ഷ്യത്തിൽ ഒരു ബഞ്ച് ഓഫ് തിങ്സ് ആണ്, ഒരു കണ്ണിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ അള്ളാഹ് എന്ത് ചെയ്യുന്നു, നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിനെ മറ്റൊന്നിൽ നിന്നും അടർത്തിയിട്ട് ആ സംഭവമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത്. വെച്ചാൽ അള്ളാന്റെ ആസൂത്രണം ആ കിതാബിലാണ്, എന്തൊക്കെ ജീവിതത്തിൽ നടക്കുന്നു, ഭൂമിയിൽ നടക്കുന്നു. പക്ഷെ ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ലക്ഷ്യത്തിൽ വളരെ കൃത്യമായിട്ട് കണ്ണി ചേർന്നുകൊണ്ടാണുള്ളത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുമ്പോൾ അതെന്ത് ചെയ്യാണ്, ആ കണ്ണിയിൽ നിന്നും അടർത്തിയിട്ട് അള്ളാഹു ആ ഭൂമിയിൽ അത് സംഭവിക്കുന്നതുകൊണ്ടാണ് നബ്ര അഹ എന്ന് അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹു ഇവിടെ പറയുന്നത് എന്താണ്, മാ അസ്വാബ മിൻ മുസീബത്തിൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു മുസീബത്തും ഒരു പ്രശ്നങ്ങളും സംഭവിക്കുന്നില്ല, ഇല്ലാ ഫി കിതാബിൻ, അള്ളാന്റെ ഒരു രേഖയിലില്ലാതെ, മിൻ ഖബിലി അൻ നബ്ര അഹ, അത് സംഭവിക്കുന്നതിന് മുന്നേ. ഇന്ന ദാലിക അലല്ലാഹി യസീർ, ഇത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ഇത് നമ്മൾ മുസ്ലിങ്ങളായിട്ട് ഇത് കേൾക്കുമ്പം ഇത് പറയുന്നത് എന്തിനാണ് എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ നമ്മളൊരു ഇസ്ലാമിനെ അറിയുന്ന ഒരാളായിട്ട് ഇത് വായിക്കുമ്പം എങ്ങനെയാണ് അള്ളാഹു ഭൂമിയിൽ നടക്കുന്ന ഓരോ നിമിഷവും എത്ര എത്ര സംഭവങ്ങളാണ് ഭൂമിയിൽ സംഭവിക്കുന്നത്. ശരിക്കും പ്രപഞ്ചം എന്ന് പറയുന്നത് സംഭവങ്ങളുടെ ട്രാഫിക്കാണ്. ഒരു ട്രാഫിക്കായിട്ട് നമ്മൾ കരുതി കഴിഞ്ഞാൽ ഒരാൾ പോകുന്നു, മറ്റേ ജീവിതത്തിൽ മരണം സംഭവിക്കുന്നു, ഇവിടെ ജോലി നഷ്ടമാകുന്നു, ഒരാളുടെ കല്യാണം നടക്കുന്നു, ധാരാളം സംഭവങ്ങൾ എല്ലാം പല രീതിയിൽ കണ്ണി ചേർത്തിട്ടുള്ള, എന്നാൽ എല്ലാത്തിനും ഒരു ലക്ഷ്യമുള്ള, എല്ലാത്തിൻ്റെയും മേൽനോട്ടം എങ്ങനെയാണ് ഒരു ശക്തിക്ക് വഹിക്കാൻ കഴിയുക എന്നതിൻ്റെ ഉത്തരം അള്ളാഹ് പറയുന്നത് ഇന്ന ദാലിക അലല്ലാഹി യസീർ, അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ്, വളരെ എളുപ്പമാണ്. ഇനി 23-ാമത്തെ ആയത്തില് വളരെ സുന്ദരമായി, ഖുറാനിലെ ഏറ്റവും വളരെ സുന്ദരമായിട്ട് എന്തിനാണ് അള്ളാഹുവിൻ്റെ അടുത്താണ് എല്ലാ ആസൂത്രണവും എന്ന് നമ്മളെ അള്ളാഹ് അറിയിക്കുന്നത് എന്നതിൻ്റെ ലക്ഷ്യമായിട്ട് അള്ളാഹ് പറയുന്നത് ലി കൈല തഅസൗ അലാ മാ ഫാതക്കും. തഅസൗ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ദുഃഖത്തിനാണ് തഅസൗ എന്ന് പറയാം. നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, അലാമ ഫാത്തക്കും, ഫാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നിയന്ത്രണത്തിൽ നിന്ന് പോകുന്നതിനെയാണ് ഫാത്ത എന്ന് പറയാം. അപ്പം നഷ്ടപ്പെടുക എന്ന് പറയല്ലോ. നമുക്ക് ഒരു കാര്യം നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഭയങ്കര എക്സ്ട്രീമായിട്ട് നമ്മൾ ദുഃഖിക്കാതിരിക്കാനും, വലാ തഫ്റഹു, നമ്മൾ സന്തോഷിക്കാതിരിക്കാനും, ബിമാ ആത്താക്കും, നിങ്ങൾ സന്തോഷിക്കാതിരിക്കാനും എന്ത്, ഞാൻ നൽകിയതിൽ നിന്നും അല്ലെങ്കിൽ അവൻ നൽകിയതിൽ നിന്നും എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹമായിട്ട് നമുക്ക് തോന്നുന്ന ലാഭങ്ങളെക്കുറിച്ച് നമ്മളൊരു എക്സ്ട്രീം ഹാപ്പിനെസ്സിൽ, ഭയങ്കരമായ സന്തോഷത്തിലേക്കോ, നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുമ്പോൾ ഭയങ്കരമായ ദുഃഖത്തിലേക്കോ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പറഞ്ഞു തരുന്നത് എന്ത്, ജീവിതത്തിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല അള്ളാഹിൻ്റെ ആസൂത്രണം ഇല്ലാതെ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അള്ളാഹു എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല ആരെ, മുഖ്താൽ. മുഖ്താൽ എന്ന് പറഞ്ഞാൽ, ഹാൽ എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യലാണ്, നമ്മൾ ഊഹിക്കലാണ്. മുഖ്താൽ എന്ന് പറഞ്ഞാൽ പൊങ്ങച്ചക്കാരനെയാണ് മുഖ്താൽ എന്ന് പറയാം. പൊങ്ങച്ചക്കാരൻ്റെ പ്രശ്നം എന്താണ്, പൊങ്ങച്ചക്കാരൻ ഊഹിക്കുകയാണ് അതൊക്കെ എൻ്റെ കയ്യിലുള്ളതാണ് എന്നുള്ളത്. എൻ്റെ കയ്യിൽ 10,000 റിയാൽ ഉണ്ട് എന്നൊരാൾ പറയുമ്പം ആ 10,000 എൻ്റെതാണ് എന്ന ഏതോ ഒരു അസംഷനിൽ നിന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യാണ്, വലിയ വർത്താനം പറയുന്നതുകൊണ്ടാണ് മുഖ്താൽ എന്ന് പറയുന്നത്. അള്ളാഹ്ക്ക് മുഖ്താലിനെയും ഇഷ്ടമല്ല, ആരെ ഇഷ്ടമല്ല, ഫഖൂർ. ഫഖൂർ എന്ന് പറഞ്ഞാൽ ദുരഭിമാനാണ്. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ എന്താണ്, അഭിമാനിക്കാം. പക്ഷെ നമുക്ക് ഇല്ലാത്ത വലുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ അഭിമാനിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ദുരഭിമാനം എന്ന് പറയാം. അപ്പൊ അള്ളാഹ് പറയുന്നു എന്ത്, നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല അവൻ്റെ ആസൂത്രണം ഇല്ലാതെ. എന്തിനാണ് ഞാനിത് പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ഭയങ്കര സന്തോഷിക്കാതിരിക്കാനും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കാതിരിക്കാനും. എന്നിട്ട് അള്ളാഹ് പറയാണ് എനിക്ക് ഇഷ്ടമല്ല, ആരെ ഇഷ്ടമല്ല, എൻ്റെ കയ്യിലാണ് എൻ്റെതാണ് എന്ന് കരുതിയിട്ട് ഭയങ്കരമായി പൊങ്ങച്ചൻ പറയുന്നവരും, എൻ്റെതാണ് എന്നതുകൊണ്ട് ഭയങ്കര ദുരഭിമാനം നൽകുന്നവരും. എന്നിട്ട് 24-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് അല്ലദീന, ഈ കൂട്ടരുടെ ഒരു പ്രശ്നം, ഏതു കൂട്ടരുടെ, സ്വന്തമാണ് ഈ വിഭവം എന്ന് കരുതിയിട്ട് പൊങ്ങച്ചം നടിക്കുന്നവരുടെ കൂട്ടം ആരാണ്, അവരുടെ സ്വഭാവം അല്ലദീന യബ്ഖലൂന, ബുഖൽ എന്ന് പറഞ്ഞാൽ പിശുക്കാണ്. അവരെന്ത് ചെയ്യുന്നു, പിശുക്കുന്നു. ഭയങ്കര പൊങ്ങച്ചായിരിക്കും പക്ഷെ ഭയങ്കര പിശുക്കായിരിക്കും. വയഅ്മുറൂന നാസ ബിൽ ബുഖൽ എന്ന് മാത്രമല്ല എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരോട് പിശുക്ക് കാണിക്കാൻ വേണ്ടി അവരോട് പറയുകയും ചെയ്യുന്നു. എന്നിട്ട് അള്ളാഹു ലാസ്റ്റ് അവൻ്റെ 2 നാമങ്ങൾ പറയാണ്. വമയ്യത്തവല്ല, ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതിൽ വിശ്വസിക്കാതെ പിന്തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം,
ഇന്നല്ലാഹ അള്ളാഹു ഹുവൽ ഗനിയു. ഗനി എന്ന് പറഞ്ഞാൽ എല്ലാം തികഞ്ഞവനാണ്, ഒന്നിൻ്റെ ആവശ്യമില്ലാത്തവനാണ്. നമ്മൾ പണക്കാർക്ക് ഗനിയ് എന്ന് പറയും, കാരണം പൈസ കൊണ്ടെല്ലാം തികഞ്ഞവരാണ്. അള്ളാഹ്ക്ക് എന്തിൻ്റെ ആവശ്യമില്ല? നിങ്ങൾ തന്നിട്ടൊരു കാര്യം കിട്ടേണ്ട ആവശ്യമില്ല. അള്ളാഹു ആരാണ്? അൽ ഗനിയാണ്. മാത്രമല്ല അള്ളാഹു ആരും കൂടിയാണ്, അൽ ഹമീദാണ്. ഹമീദ് എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും സ്തുതിച്ചിട്ടില്ലെങ്കിലും സ്വയം തന്നെ സ്തുതിക്ക അർഹനാണ് ആര്? അള്ളാഹു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ ആയത്തിൽ പറയുന്ന വിഷയം? ഈ ആയത്തിൽ പറയുന്ന രണ്ട് വിഷയങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. ഒന്നാമത്തെ വിഷയം അള്ളാഹിൻ്റെ ആസൂത്രണമാണ്. നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ എണ്ണുന്ന ഖദർ, അള്ളാഹിൻ്റെ ആസൂത്രണത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തത് അതിലുള്ള വിശ്വാസം ഒരാളിൽ ഇല്ലെങ്കിൽ അയാൾക്ക് വരാൻ സാധ്യതയുള്ള 3 രോഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തൊക്കെയാണ്? 1 പൊങ്ങച്ചമാണ്, 2 ദുരഭിമാനമാണ്, 3 പിശുക്കാണ്. ഈ ആയത്ത് പറയുന്ന സന്ദർഭം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം. ഏതാണ് സന്ദർഭം? മുസ്ലിം സമുദായം ഒരു യുദ്ധ സന്ദർഭത്തിലാണ്, ഒരു പ്രതിസന്ധി സന്ദർഭത്തിലാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചുറ്റുമുള്ള മുസ്ലിങ്ങളോട് കുറെ കൂടെ സമ്പത്ത് കൊണ്ട് ഇസ്ലാമിനെ സഹായിക്കാൻ പറയാണ്, ദേഹം കൊണ്ടും സമ്പത്ത് കൊണ്ടും. അപ്പൊ കുറച്ചു പേരെന്ത് ചെയ്യുന്നു? അതിൽ നിന്ന് പിന്നോട്ടടിക്കുന്നു. അവരോടാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? വിഭവങ്ങൾ ഇസ്ലാമിന് വേണ്ടി സമർപ്പിക്കേണ്ട സമയം വരുമ്പം വിഭവങ്ങൾ നഷ്ടമാകുമോ എന്ന പേടി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാർ മാറിയിരിക്കുന്നത്. അവരോടാണ് അള്ളാഹ് എന്ത് ചെയ്യുന്നത്? ഇത് പറയുന്നത്. 2, ഈ വിഭവങ്ങളൊക്കെ തങ്ങളുടേതാണെന്ന തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? പിശുക്ക് കാണിച്ചിട്ട് അവർ കൊടുക്കാതിരിക്കുന്നത്. 3, ഇത് വളരെ പ്രധാനമാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ മുസീബത്തുകൾ തടയാം എന്ന ഏതോ ഒരു ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധത്തിന് പോകാതിരുന്നാൽ എന്ത് ചെയ്യാം? ചിലപ്പോൾ മരിക്കൂല, നഷ്ടം വരൂല. ആ മുസീബത്തിനെ എനിക്ക് അങ്ങനെ തടയാം എന്ന തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആൾക്കാർ സമർപ്പിക്കാത്തത്. നമ്മളൊക്കെ പ്രശ്നം ഇതാണ്. അള്ളാഹ് അതിന് കൊടുക്കുന്ന മറുപടിയാണ്, പാഠമാണ് ഈ ആയത്തിൽ പറയുന്നത്. ഇവിടെ അള്ളാഹു ശരിക്ക് പറയാൻ ഉദ്ദേശിച്ച കാര്യം മുസീബത്ത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാം അവൻ്റെ ആസൂത്രണത്തിലാണെന്നാണ് പറയേണ്ടത്. പക്ഷെ എന്തുകൊണ്ടാണ് മുസീബത്തിനെ സ്ട്രെസ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തെറ്റിദ്ധാരണ പലപ്പോഴും മുസീബത്തിൻ്റെ കാര്യത്തിലാണ് ഉണ്ടാകുക. അനുഗ്രഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എന്ത് ചെയ്യൂല? അള്ളാഹിൻ്റെ അടുത്ത് നിന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. പക്ഷെ മുസീബത്ത് വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈമാന് ആകെക്കൂടെ ചാഞ്ചാടും. ഒരു ജോലി നഷ്ടപ്പെടുമ്പം, ഒരു ഉറ്റവർ മരണപ്പെടുമ്പം, ആ സമയത്താണ് എന്ത് ചെയ്യുക? നമുക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുക. സൂറ നിസായില് 78-ാമത്തെ ആയത്തിൽ വിശ്വാസികളിൽ വളരെ വലിയ നഷ്ടം ഒരു യുദ്ധത്തിൽ സംഭവിച്ചപ്പം അവരുടെ ഒരു സംസാരം അല്ലാഹു ഇതിൽ പറയുന്നത്, ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. അപ്പൊ അവർക്ക് മരണം, കുറെ പേര് മരണപ്പെട്ടു. അപ്പൊ അതിൽ അവർക്ക് ആകെക്കൂടെ ആശങ്ക വന്നപ്പം അള്ളാഹ് അവരോട് പറയണത്, നിങ്ങളിനി എവിടെയാണെങ്കിലും, നിങ്ങൾ യുദ്ധഭൂമിയിൽ വന്നിട്ടില്ല എന്ന് വരിക, നിങ്ങൾ വീട്ടിൽ ഇരിക്കാന്ന് വരിക, നിങ്ങൾ എവിടെയാണെങ്കിലും മരണത്തിന്റെ സമയം, ഞാൻ ആസൂത്രണ സമയം വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. എന്നിട്ട് അള്ളാഹ് പറയാണ്, വഇൻ തുസിബുഹും ഹസനത്തുൻ, അവർക്ക് എന്തെങ്കിലും നല്ലത് സംഭവിച്ചാൽ യഖൂലു ഹാദിഹി മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹിൻ്റെതാണ്, അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഭയങ്കര മുസ്ലിങ്ങളായിരിക്കും. വഇൻ തുസിബുഹും, അവിടെ ഉപയോഗിച്ച പദം നിങ്ങൾ ശ്രദ്ധിക്കണം. തുസിബുഹും അസാബ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വഇൻ തുസിബുഹും സയ്യിഅത്തും, അവർക്ക് എന്തെങ്കിലും എന്ത് സംഭവിച്ചു? എന്തെങ്കിലും മോശം സംഭവിച്ചാൽ യഖൂലു ഹാദിഹി മിൻ ഇൻദിക്, പ്രവാചകനോട് പറയും എന്ത്? ഇത് നിന്റെ കുറേ പ്ലാന് കൊണ്ടും നീ കുറെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ വിളിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് സംഭവിച്ചത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, അവരോട് പറയണം, കുല്ലും മിൻ ഇൻദില്ലാ, നന്മയും തിന്മയും ഒക്കെ ആരുടെ നിന്നാണ്? അള്ളാഹിന്റെ അടുത്താണ്. അതാണ് എന്ത് ചെയ്യുന്നത്? അള്ളാഹുവിടെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം നമ്മൾ ആയത്തിലേക്ക് വരികയാണെങ്കിൽ അള്ളാഹ് ഇവിടെ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഖദർ എന്ന് വെച്ചാൽ, ഖദർ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹിന്റെ അനുമതി ഇല്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കുകയില്ല എന്നുള്ളതാണ് ഖദർ. സാധാരണ നമ്മൾ ഖദറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ കുറേ തെറ്റിദ്ധാരണയിലേക്കാണ് പോവുക. നമ്മുടെ അമലുകൾ ആദ്യമേ എഴുതി വെക്കപ്പെട്ടത്. യഥാർത്ഥത്തിൽ ഖുർആൻ ഇവിടെ വളരെ കൃത്യമായിട്ട് ഖദറിലുള്ള വിശ്വാസം കൊണ്ട് സംഭവിക്കേണ്ടത് എന്താണ് എന്നും കൂടി പറഞ്ഞിരുന്നു. അത് അമലിനെ കുറിച്ചുള്ള ചിന്തയെക്കുറിച്ചല്ല അള്ളാഹ് പറയുന്നത്. അള്ളാഹ് ഇവിടെ പറയുന്നത് സംഭവങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ്. ഖദറിലുള്ള ഈമാൻ നമുക്ക് ഉണ്ടായി കഴിയുമ്പം നമ്മൾക്ക് ഉണ്ടാവേണ്ടുന്ന ഒരു പ്രതിഫലനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും എക്സ്ട്രീം പ്രതികരണങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണ്. മിതമായിട്ടുള്ള വസതീയത്താണ് നമുക്ക് ഉണ്ടാവേണ്ടത്. കാരണം എന്താണ്? ഒന്നാമത്തെ കാരണം, സംഭവങ്ങളുടെ അടിസ്ഥാന കോസ് നമുക്ക് അറിയില്ല, റീസൺ നമുക്ക് അറിയില്ല. നമുക്കറിയാമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഒരാൾ മരണപ്പെടുന്നതിൻ്റെ കാരണം അള്ളാഹിൻ്റെ ആസൂത്രണത്തിൽ അതെന്തിനാണ് എന്ന് നമുക്കറിയില്ല. നമുക്ക് ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറേ കാരണം ഉണ്ടാക്കിയെടുക്കും. ആ കാരണം ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നിടത്താണ് നമ്മൾ പല അപകടങ്ങളിലും കുഴിയിലും പോയിട്ട് ചാടുക. അപ്പം അതിൻ്റെ കാരണം അള്ളാഹ് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ജോലി നഷ്ടം സംഭവിച്ചു, എനിക്കൊരു രോഗം തന്നു എന്നതിൻ്റെ അടിസ്ഥാന കാരണം നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ രോഗം മാത്രമല്ല, നമുക്കൊരു സാലറി ഇൻക്രീസ് വരികയാണ്, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടി ജനിക്കുകയാണ്, നമ്മുടെ ജീവിതത്തിൽ കുറേ സന്തോഷങ്ങൾ വരികയാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം പരീക്ഷണമാണോ പിന്നെ ശിക്ഷയാണോ എന്താണോ എന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഒരു എക്സ്ട്രീമായിട്ട് അതിൽ സന്തോഷിക്കുകയോ ദുഃഖിക്കുക എന്നുള്ളത് എന്തല്ല, യുക്തിപരമായിട്ട് പോലും എന്തല്ല, അത് ശരിയല്ല. രണ്ടാമത്, അള്ളാഹ് എന്ത് നമ്മുടെ ജീവിതത്തിൽ തരുന്നതും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പരീക്ഷണം എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരിക നഷ്ടങ്ങളെ കുറിച്ചാണ്. പക്ഷെ ഖുർആൻ അങ്ങനെയല്ല പറയുന്നത്. ലാഭങ്ങളും എന്താണ്? പരീക്ഷണമാണ്. ഉള്ളതും എന്താണ്? പരീക്ഷണമാണ്. എല്ലാം പരീക്ഷണമാണെങ്കിൽ പിന്നെ ഒന്നിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും മറ്റതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയും ചെയ്യുന്നത് എന്തല്ല, ലോജിക്കലി ശരിയല്ല. മൂന്നാമത് ഖുർആൻ പറയുന്നത് ഒന്നും സ്ഥായിയായിട്ട് നിലനിൽക്കുന്നതല്ല. ഇതാണ് ഖുർആനിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കരമായിട്ട് വഹി കിട്ടാത്തപ്പം ദുഃഖിച്ചിരുന്ന സമയത്ത് അള്ളാഹ് പറയുന്നത് എന്താണ്? വല്ലുഹ വല്ലൈലി ഇദാ സജ. ലുഹ ഉണ്ട്, എന്താണ്? ഭയങ്കര ചൂടുള്ള പകലുണ്ട്. പക്ഷെ ചൂടുള്ള പകല് മാത്രമല്ല ജീവിതത്തിലുള്ള, എന്തും കൂടി ഉണ്ട്, സമാധാനമുള്ള രാത്രിയാണ് പിന്നെ വരുന്നത്. പക്ഷെ സമാധാനമുള്ള രാത്രി മാത്രമല്ല, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ച് കഴിഞ്ഞാൽ ചൂടുള്ള പകല് വരും. ജീവിതം അങ്ങനെയാണ്. ഒന്നും സ്ഥായി ആയിട്ടല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിൻ്റെ പേരിലും എന്ത് ചെയ്യേണ്ടാവില്ല, ഭയങ്കരമായിട്ട് ദുഃഖിക്കുകയോ സന്തോഷിക്കുകയോ കാര്യമില്ല. നാലാമത്തെ കാരണം ഖുർആൻ പറയുന്നത് ഒന്നും എന്തല്ല, നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും അത്ഭുതങ്ങളാണ്. എല്ലാ സംഭവങ്ങളും നമുക്ക് ചിലത് അത്ഭുതമായിട്ട് തോന്നാത്തതും സാധാരണയായി തോന്നുന്നത് എപ്പോഴാന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് അത് ഗുണമാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യൂല, അത് വളരെ നോർമലായിട്ട് കരുതി. ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ അരികിലൂടെ ഒരു അരുവി ഒഴുകുക എന്ന് വെക്കാം. നമുക്കതിലൊരു അത്ഭുതവും തോന്നാത്ത എന്തുകൊണ്ടാണ്? ആ അരുവി ഒഴുകുന്നത് നമ്മുടെ ജീവിതം സാധ്യമാക്കുന്നത് കൊണ്ടും നമുക്ക് അതിൻ്റെ ഓരത്തിരിക്കാൻ കഴിയുന്നത് കൊണ്ടാണ്. അത് നാളെ ഭയങ്കരമായിട്ടൊരു പ്രളയമായിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ഭയങ്കര അസാധാരണത നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ പ്രളയമാകുന്നതും അത്ഭുതമാണ്, അരുവി ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നതും എന്താണ്? അത്ഭുതമാണ്. ഇപ്പൊ കണ്ണ് നമുക്ക് അത്ഭുതമായിട്ട് തോന്നാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ, കണ്ണ് നമ്മുടെ ജീവിതം സാധ്യമാക്കുന്ന വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ സാധാരണത്വമാകുന്നതുകൊണ്ടാണ്. കണ്ണ് യഥാർത്ഥത്തിൽ എന്താണ്? ഭയങ്കര അത്ഭുതമാണ്. കണ്ണിനൊരു രോഗം വരുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് കണ്ണിമക്കൊരു റോളുണ്ട്, അതിൻ്റെ ഉള്ളിലെ വെള്ളത്തിനൊരു റോളുണ്ട് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അതൊരു അത്ഭുതമാണ് എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ അള്ളാഹ് ഇവിടെ പറയുന്നത് എല്ലാം അവൻ്റെ ആസൂത്രണത്തിലുള്ള അത്ഭുതങ്ങളാണ്, എല്ലാത്തിനെയും അങ്ങനെ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അള്ളാഹ് ഇവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. നമ്മുടെ നിയന്ത്രണം ഏതിലാണ്? ഖുർആൻ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, സംഭവങ്ങളിൽ നമുക്ക് നിയന്ത്രണമില്ല. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ഒരു പരിധിക്കപ്പുറം വറീഡോ ഹാപ്പിയോ ആവേണ്ടതില്ല. നമ്മുടെ നിയന്ത്രണം ഏതിലാണ്? നമ്മുടെ അമലുകളിലും നമ്മുടെ നിയത്തിലും നമ്മുടെ മനസ്സിന്റെ നിലപാടിലാണ് നമുക്ക് നിയന്ത്രണം ഉള്ളത്. ഈ ആയത്തിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കാം. അള്ളാഹ് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ സംഭവങ്ങളും എൻ്റെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു പരിധിയിലപ്പുറം സന്തോഷിക്കരുത് എന്ന് പറയുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ്? നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഒരു പരിധിയിലപ്പുറം ദുഃഖിക്കരുത് എന്നുള്ളത് ആരുടെ ചോയ്സാണ്? എൻ്റെ ചോയ്സാണ്. അപ്പൊ അള്ളാന്റെ ഖദറുണ്ടായിരിക്കെ തന്നെ നമ്മുടെ ഫ്രീ വില്ല് എവിടെയാണ്? നമ്മുടെ ചോയ്സ് എവിടെയാണ് കിടക്കുന്നത്? ആ സംഭവത്തിനോട് നമ്മൾ അധികമായി സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. അതിലുള്ള കൺട്രോളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്നുള്ള പറയുന്നതായിട്ട് കാണാൻ പറ്റും. സംഭവങ്ങളല്ല നിലപാടുകളാണ് എന്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനം എന്നുള്ളതാണ്. സംഭവങ്ങൾ ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും, നിലപാടുകളാണ്, നീയത്താണ് യഥാർത്ഥത്തിൽ പ്രധാനം. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നന്മക്ക് വേണ്ടിയിട്ട് നമ്മൾ നീയത്ത് വെച്ചാൽ തന്നെ എന്താണ് പ്രതിഫലമാണ്. പക്ഷെ ആ നന്മ സംഭവിക്കണോ എന്നുള്ളത് ആരുടെ ഇതിൽ വരണം? ആരുടെ ആസൂത്രണത്തിൽ വരണം? നന്മയാണെങ്കിൽ പോലും ആരുടെ ആസൂത്രണത്തിൽ വരണം? അള്ളാന്റെ ആസൂത്രണത്തിൽ വരണം. ലോകത്തൊരു ബാങ്ക് കൊള്ളയടിക്കപ്പെടണമെങ്കിൽ അതിന് അള്ളാന്റെ അനുമതി വേണം. അതാണ് ഖദർ പറയുന്നത്. എന്ന് വെച്ചാൽ ബാങ്ക് കൊള്ളയടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം?
അനുമതി വേണം. ബാങ്കിന് നമ്മൾ പിന്നെ ബാങ്കിൽ നിന്ന് പൈസ എടുത്തിട്ട് ഒരു നന്മയാണ് സക്കാത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു 500 റിയാൽ ഒരാൾക്ക് കൊടുക്കണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ആ 500 റിയാൽ കൊടുക്കുന്ന ആ സംഭവം നടക്കണമെങ്കിൽ ആരുടെ അനുമതി വേണം? അള്ളാഹിന്റെ അനുമതി വേണം. അത് കൊടുക്കാം എന്നുള്ള നിയ്യത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വെക്കാൻ കഴിയുള്ളൂ. അതിനാണ് എന്ത് ചെയ്യുന്നത്, അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്നതാണ്. അപ്പൊ സംഭവങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമില്ല, നിലപാടുകളിലാണ് എന്ത് നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത് എന്ന് കാണാൻ പറ്റും. ഇവിടെ പിന്നെ ഖുർആന്റെ ഒരു കൺസെപ്റ്റാണ് മഷാഉം റിളാഉം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഖദറിന്റെ കൺസെപ്റ്റും ഈ പറയുന്നത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. മഷാ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഇൻഷാ അള്ളാഹ് എന്ന് പറയില്ലേ? ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓക്കെയാണ്, പക്ഷെ അള്ളാഹിന്റെ അനുമതി കൂടെ വേണം എന്നാണ് നമ്മൾ പറയുന്നത്, ഇൻഷാ അള്ളാഹ്. മഷാ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സംഭവങ്ങളും നടക്കണമെങ്കിൽ അള്ളാഹിന്റെ മഷാ വേണം, അള്ളാഹിന്റെ അനുമതി വേണം. പക്ഷെ അള്ളാഹിന്റെ റിള എന്തിനു മാത്രമേ ഉണ്ടാവുള്ളൂ? ലോകത്തിലെ നല്ല സംഭവങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ നന്മ ചെയ്യുമ്പോൾ അള്ളാഹിന്റെ റിള ഉണ്ടാവും. പക്ഷെ നന്മ ചെയ്യണമെങ്കിലും തിന്മ ചെയ്യണമെങ്കിലും എന്ത് വേണം? അള്ളാഹിന്റെ മഷാവ് വേണം എന്ന് അള്ളാഹ് പറയും. അതാണ് ഖുർആന്റെ കൺസെപ്റ്റ് എന്ന് കാണാൻ പറ്റും. ലോകത്ത് സംഭവങ്ങൾ നടക്കുന്നതിന് 3 കാരണങ്ങൾ ഉണ്ടാവും. നമ്മൾ ഖുറാനികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 3 കാരണങ്ങൾ ഉണ്ടാവും. ഒന്ന് പരീക്ഷണമാണ്, ഡയറക്റ്റ് പരീക്ഷണമാണ്. എല്ലാ സംഭവങ്ങളും പരീക്ഷണമാണ്. എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി അള്ളാഹ് ഓരോന്ന് ഇട്ട് തരികയാണ്, നമ്മുടെ മുന്നിൽ ഓരോന്ന് ഇട്ട് തരികയാണ്. അള്ളാഹ് എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത് എന്ന് നോക്കാൻ. 2 ശിക്ഷയാകാം. എല്ലാ സംഭവങ്ങളും നല്ലതും മോശവും എന്താകാം, ചിലപ്പോൾ ശിക്ഷയാകാം. ഭയങ്കരമായിട്ട് പൈസ വർദ്ധിക്കുന്നത് ഒരു തരത്തിൽ എന്ത് ചെയ്യാം, ഒരു ശിക്ഷയാകാം. നമുക്കൊരു രോഗം വരുന്നത് എന്താകാം, ശിക്ഷയാകാം. 3ാമത് അതിന് ഭൗതികമായ കാര്യകാരണങ്ങൾ ഉണ്ട്. എല്ലാ സംഭവങ്ങൾക്കും നമ്മൾ ഒരു പാടത്ത് കൊണ്ടുപോയിട്ട് ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അള്ളാഹ് സെറ്റ് ചെയ്ത റൂൾ അനുസരിച്ച് അത് എന്ത് ചെയ്യും, അതൊരു പ്ലാന്റ് ആവും. നമ്മൾ വെള്ളം ചൂടാക്കി എന്ത് ചെയ്യും, അത് ആവിയാവും. ഭൗതികമായ കാര്യകാരണങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രീതിയിലും അതിനോട് പ്രതികരിക്കുക എന്നുള്ളതാണ്. ഭൗതികമായിട്ടും നമ്മൾ പ്രതികരിക്കണം, ആത്മീയമായിട്ടും പ്രതികരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോണ രോഗം വന്നു, രോഗം വന്നാൽ അതെന്തുമാകാം, അതൊരു പരീക്ഷണമാകാം, അതൊരു ശിക്ഷയാകാം, ഭൗതികമായ കാര്യകാരണങ്ങൾ കൊണ്ടാകാം. എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല, വൈറസ് സ്പ്രെഡ് ചെയ്തു, ഇതൊരു ഭൗതിക കാര്യകാരണമാണ്. അതേസമയം അള്ളാഹ് എന്തോ ഒരു ശിക്ഷയുടെ ഫലമായിട്ട് ചിലപ്പം ഇട്ടെന്നാകാം. അതെന്തായാലും എന്താണ്, ഒരു പരീക്ഷണമാണ്. അപ്പൊ നമ്മൾ 2 രീതിയിലാണ് പ്രതികരിക്കേണ്ടത്. ഒന്ന് ഭൗതികമായിട്ട് പ്രതികരിക്കണം. എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? ആ വൈറസ് ഇല്ലാണ്ടാക്കണം, മരുന്ന് കഴിക്കണം, ഇതൊക്കെ പ്രതികരിക്കണം. അതിനേക്കാൾ മുന്നേ ചെയ്യേണ്ടത് എന്താണ്? ആത്മീയമായ പ്രതികരണമാണ്. എങ്ങനെയാണത്? നമ്മുടെ എന്തെങ്കിലും കുറവാണെങ്കിൽ പടച്ചവനെ പുറത്തു തരണേ നാഥ എന്ന് പ്രാർത്ഥിക്കണം. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അതിന് പിടിച്ചു നിൽക്കാൻ കഴിയണം. എത്ര വലിയ രോഗമാണെങ്കിലും എത്ര വലിയ നഷ്ടമാണെങ്കിലും പടച്ചവൻ അറിഞ്ഞുകൊണ്ടാണ് ഇത് എന്ന ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാനും നമുക്ക് കഴിയണം. ആ അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഖദറിലുള്ള ഈമാൻ നമുക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കോൺഫിഡൻസ് ആയിരിക്കും. നമ്മൾ ചില ആൾക്കാരെ കാണുന്നില്ലേ, എന്തൊക്കെ സംഭവിച്ചാലും അവർ ഭയങ്കര കൂളായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖദറിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യൂല, വല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യൂല, ഒരു സംഭവവും അലട്ടൂല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് എന്ന് കാണാൻ പറ്റും. ഇനി നമ്മുടെ ആയത്തിലേക്ക് വന്നാൽ അള്ളാഹു ഇവിടെ പറയുന്ന 3 രോഗങ്ങൾ, നമുക്ക് ഖദറിൽ വിശ്വാസമില്ലെങ്കിൽ വരാവുന്ന 3 രോഗങ്ങൾ. ഒന്ന് മുഹ്താലും, 1ഉം 2ഉം മുഹ്താലും ഫഹ്റുമാണ്. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പൊങ്ങച്ചവും ദുരഭിമാനവും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങൾ തൻ്റെതാണ് എന്ന തെറ്റിദ്ധാരണയാണ്. അള്ളാഹു ഇവിടെ പറയുന്നത് എന്താണ്, വിഭവങ്ങൾ അവൻ്റേതാണ് എന്നുള്ളത്. 2, ബാക്കിയുള്ളവരെക്കാൾ എനിക്കുണ്ട് എന്ന തെറ്റിദ്ധാരണയാണ്. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഭയങ്കര ഒരു വിഡ്ഢിത്തപരമായിട്ടുള്ള കമ്പാരിസനാണ് നമ്മൾ ലോകത്ത് ചെയ്യുന്നത്. അവനേക്കാൾ എനിക്കുണ്ട് എന്ന് പറയാനുള്ള കമ്പാരിസൺ ചെയ്യാനുള്ള അർഹത പോലും എന്തില്ല, നമുക്കില്ല. കാരണം അവനെ കുറിച്ച് അള്ളാഹ്ക്കൊരു ആസൂത്രണമുണ്ട്, അവന് വിഭവം കൊടുക്കുന്നതിൽ അള്ളാഹിൻ്റെ ഒരു ആസൂത്രണമുണ്ട്, എനിക്ക് തരുന്നതിൽ ഒരു ആസൂത്രണം. ഇതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് കുറച്ച് കൂടുതലും അവന് കുറച്ച് കുറവും ഉള്ളത്. നമ്മൾ അതിനെ എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നത്? ഞാൻ എന്തോ ചെയ്തിട്ട് എനിക്ക് അവനേക്കാൾ കൂടുതലുണ്ട് എന്ന് നമ്മൾ കരുതുകയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് വരാവുന്നൊരു രോഗം ബുഖ്ലാണ്, പിശുക്കാണ്. എന്തുകൊണ്ടാണ് പിശുക്ക്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ളത് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ്. സൂറ നിസായിൽ അള്ളാഹു 36-ാമത്തെ ആയത്തില് അള്ളാഹ് ആദ്യം പറയുന്നത് വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅ, നിങ്ങൾ എന്ത് ചെയ്യണം,
ഖദറിൽ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടാകണം, അതേപോലെ തന്നെ അള്ളാഹുവിനെ അനുസരിക്കണം. വഅബ്ദുല്ലാഹ, നിങ്ങൾ ശിർക്ക് ചെയ്യരുത്. എന്നിട്ട് അള്ളാഹ് പറയാണ് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ എന്ത് ചെയ്യണം, മാതാപിതാക്കളോട് ഇഹ്സാൻ കാണിക്കണം എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ, ബന്ധുക്കൾ, എല്ലാവരോടും നിങ്ങൾ എന്ത് ചെയ്യണം, ഇഹ്സാൻ കാണിക്കണം. എന്നിട്ട് ലാസ്റ്റ് അള്ളാഹ് പറയുന്നത് ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ. സെയിം പ്രയോഗമാണ്. അള്ളാഹ് ആരെ ഇഷ്ടപ്പെടൂല? പൊങ്ങച്ചക്കാരനെയും ദുരഭിമാനിയെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് കാണാൻ പറ്റും. ഇനി നമുക്ക് പിന്നെ പൊങ്ങച്ചവും ദുരഭിമാനവും വന്നാൽ നമുക്ക് വരാവുന്ന 2 രോഗങ്ങളെ കുറിച്ച് സൂറ ലുക്മാന്റെ ഉപദേശങ്ങളുടെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, വലാ തുസഗിർ ഹദ്ദക ലിന്നാസ്, നീ എന്ത് ചെയ്യരുത്, മനുഷ്യരോട് അഹങ്കാരത്തോടെ അവരോട് മുഖം തിരിക്കരുത്. വലാ തംശി ഫിൽ അർളി മർഹ, നീ പൊങ്ങച്ചം കാട്ടി ഭൂമിയിൽ എന്ത് ചെയ്യരുത്, നടക്കരുത്. ഈ 2 വരുന്ന രോഗം എവിടുന്നാണ്? ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. സെയിം പ്രയോഗമാണ് അള്ളാഹു അവിടെ പ്രയോഗിച്ചത് എന്ന് കാണാൻ പറ്റും. നമ്മൾ ഖദറിനെ കുറിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഖദറിലുള്ള ഈമാന് ഈ പറയാനൊക്കെ സുഖമുണ്ടെങ്കിലും അത് വിശ്വസിക്കാനും അത് പ്രായോഗികമായിട്ടൊരു പ്രശ്നം വരുമ്പം അത് ഏറ്റെടുക്കാനും എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് നഷ്ടങ്ങൾ വരുമ്പോൾ അത് വന്നവരാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, നഷ്ടം വരുന്ന ആ നിമിഷം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ്. പല ആൾക്കാരും നമ്മൾ ആത്മഹത്യയൊക്കെ വാർത്ത കേൾക്കുമ്പം ഒരാൾ സ്വന്തം ജീവനെ വേദനിപ്പിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്ന ആ നിമിഷത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു പോയിന്റിലാണ് ഒരാളങ്ങനെ ഡിസിഷൻ എടുക്കുക. നഷ്ടങ്ങൾ വരുമ്പം അള്ളാഹുവിൽ ഈമാനോടുകൂടി ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമ്മുടെ ഈമാന് ഇപ്പോൾ ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ തന്നെ അറിയുക. അപ്പോൾ ആ നഷ്ടങ്ങൾ വരുമ്പം നമ്മളെല്ലാത്തിനെയും സംശയിക്കും. നഷ്ടങ്ങൾ വരുമ്പോൾ എല്ലാത്തിനെയും നമ്മൾ എന്ത് ചെയ്യും, സംശയിക്കും. സൂറ ഹൂദിൽ അള്ളാഹ് പറയുന്നത് വല ഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മതൻ സുമ്മ നസഅനാഹ മിൻഹു, ഒരു മനുഷ്യന് ഞാൻ എൻ്റെ അനുഗ്രഹം കൊടുത്തു, അവന് ധാരാളം കുട്ടികൾ കൊടുത്തു, ജോലി കൊടുത്തു, എന്നിട്ട് അതിന് തൊട്ടുടനെ അവൻ്റെ ജീവിതത്തിൽ ഒരു നഷ്ടം വരുമ്പം ലയഊസുൻ കഫൂർ എന്നാണ് അള്ളാഹ് ഉപയോഗിക്കുന്നത്. ലയഊസ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അതേ പ്രയോഗമാണ്, അവൻ ദുഃഖിതനാകുന്നു. അതിൻ്റെ ഒന്നിച്ച് അള്ളാഹ് ഉപയോഗിക്കുന്നത് എന്താണ്? കഫൂറാണ്, നിഷേധിയുമാകുന്നു എന്നാണ്. ദുഃഖത്തിൻ്റെ ആ നിമിഷം നമ്മളെ തന്നെ പിടിച്ചു നിന്നിട്ടില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കുഫർ വരുന്നതായിട്ട് കാണാം. അള്ളാഹ് ഉണ്ടോ? അള്ളാഹ് ഗസയിൽ എത്ര കുട്ടികൾ മരണപ്പെടുന്നു, പിഞ്ചു കുട്ടികൾ മരണപ്പെടുന്നു, പടച്ചവൻ എവിടെയാണ്, ദൈവം എവിടെയാണ്? ഒരു ഇത്രയും നിസ്കരിക്കുന്ന ഇത്രയും നല്ലവനായ ഒരു മനുഷ്യന്റെ വീട് പൊളിഞ്ഞു വീഴുന്നു, ദൈവം എവിടെയാണ് എന്ന ചോദ്യം എന്താണ്? കുഫറിന്റെ ചോദ്യമാണ് എന്നുള്ളതാണ്. അപ്പം ഖദറിന്റെ കാര്യത്തിൽ നമുക്ക് പറയുന്നതിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നഷ്ടത്തിന്റെ സംഭവത്തിൽ എല്ലാം അള്ളാന്റെ ആസൂത്രണമാണ് എന്ന് വിശ്വസിക്കൽ. സൂറ ഹജ്ജിൽ ചില വിശ്വാസികളെ കുറിച്ച് പറയുന്നത് വമിനൻ നാസി മൻ യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ എന്നാണ്. ഒരു ഓരത്ത് നിന്നുകൊണ്ട് അള്ളാനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു ഓരത്ത് എന്ന് വെച്ചാൽ ഒന്ന് തട്ടിയാൽ എന്ത് ചെയ്യും, അപ്പുറത്തോ ഇപ്പുറത്തോ വീഴും. ഓരത്ത് നിന്നുകൊണ്ട് അവരുടെ സ്വഭാവം എന്താണ്? ഫ ഇൻ അസാബഹു, സെയിം പ്രയോഗമാണ്. ഫ ഇൻ അസാബഹു ഖൈറുൻ ഇത്മഇന്ന ബിഹി, അവർക്ക് എന്തെങ്കിലും ഹൈർ കിട്ടിയാൽ അവർ ഭയങ്കര സന്തോഷമായിരിക്കും. വ ഇൻ അസാബത്തുഹു ഫിത്നത്തുൻ, അവർക്ക് എന്തെങ്കിലും ഫിത്നത്ത് വന്നാൽ ഇൻഖലബ അലാ വജ്ഹിഹി, അവരെന്ത് ചെയ്യും, മൊത്തത്തിൽ അവരെന്ത് ചെയ്യും, അവരെ നിലപാട് മാറ്റും. എന്നിട്ട് അള്ളാഹ് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം ഖസിറത് ദുനിയാ വൽ ആഖിറ എന്നാണ്. ദുനിയാവും അവർക്ക് നഷ്ടപ്പെടും, ആഖിറത്തും നഷ്ടപ്പെടും. കാരണം എന്താണ്? ഒരു അർദ്ധവിശ്വാസിയായിട്ട് ജീവിക്കുമ്പോൾ ദുനിയാവിന്റെ കുറേ നല്ല കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് നമ്മൾ മുസ്ലിമായിട്ട് ജീവിക്കാൻ നോക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഖിറത്തിനെയും നഷ്ടപ്പെടുത്തുന്നു, ദുനിയാവിനെയും നഷ്ടപ്പെടുന്ന നിലപാടാണ് എന്ത്? വിശ്വാസി ആയിട്ട് ഹർഫില് എന്ത് ചെയ്യുന്നു? ഓരത്ത് നിന്നുകൊണ്ട് വിശ്വസിക്കുന്നതിനെ പറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി മുസീബത്തിനെ കുറിച്ച് തന്നെ ഖുർആൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. മുസീബത്തിനെ കുറിച്ച് തന്നെ അടിസ്ഥാനം അള്ളാഹ് പറയുന്ന കുറേ കാര്യമുണ്ട്. ഒന്ന്, മുസീബത്ത് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതാണ്. ഇത് പലപ്പോഴും വിശ്വാസികളുടെ 1ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായിട്ട് പഠിപ്പിക്കേണ്ടുന്ന കാര്യമാണ്. നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ വരുമ്പം നമുക്ക് സർപ്രൈസാണ്, നമ്മൾ ആകെ തകർന്നു പോവാണ്, ഒരു വിശ്വാസി അല്ലാത്ത ആളെ പോലെ. നിങ്ങൾ ഖുർആൻ പറയും നോക്കുക, വലനബ്ലുവന്നക്കും, ലാം ഉപയോഗിച്ചിട്ടാണ് അള്ളാഹ് ഇവിടെ പറയുന്നത്. ലാം എന്ന് പറഞ്ഞാൽ എന്തായാലും സംഭവിക്കും. വലനബ്ലുവന്നക്കും എന്ന് പറഞ്ഞാൽ ഞാൻ എന്തായാലും നിങ്ങളെ പരീക്ഷിക്കും എന്ന ആദ്യത്തെ ദിവസം ഖുർആൻ പറയുന്നുണ്ട്.
എന്തുകൊണ്ട്? ബിഷൈഇൻ മിനൽ ഖൗഫ്, ഭയം കൊണ്ട്, വൽ ജൂ, പട്ടിണി കൊണ്ട്, വ നഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, മരണം കൊണ്ടും സമ്പത്തിന്റെ നഷ്ടം കൊണ്ടും എന്ത് ചെയ്യും, നിങ്ങളെ ഞാൻ എന്തായാലും പരീക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇസ്ലാം തുടങ്ങുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ് വ ബശ്ശിരി സാബിരീൻ, എന്നിട്ട് നീ എന്ത് ചെയ്യുക, ഈ സന്ദർഭങ്ങളിൽ സ്വബറോടുകൂടി അള്ളാഹുവിൽ ഉറച്ചു നിൽക്കുന്നവർക്ക് എന്ത് ചെയ്യുക, നീ സന്തോഷ വാർത്ത അറിയിക്കുക. അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, ഇന്നത്തെ അതേ പ്രയോഗമാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മുസീബത്ത് സംഭവിച്ചാൽ ഖാലു, അവർ പറയും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അവർ പറയും എന്ത്? വിശ്വാസികളുടെ സ്വഭാവമാണ്. അവർ പറയും എന്ത്? അവരുടെ ജീവിതത്തിൽ എന്ത് മുസീബത്ത് സംഭവിച്ചാലും അവർ പറയും എന്ത്? ഇന്നാ ലില്ലാഹി, നമ്മൾ അള്ളാഹിന്റെ അടുത്താണ് വരുന്നത്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ അടുത്തേക്കാണ് പോകുന്നത്. നമ്മൾ ഒന്നുമല്ലാതെയാണ് വന്നത്, ഒന്നുമല്ലാതെയാണ് അവൻ്റെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കിട്ടുന്ന ഈ സംഭവങ്ങളെ കുറിച്ച് ഞാൻ എന്തിനാണ്, നമ്മളിത് മരണ സന്ദർഭത്തിൽ മാത്രമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ അള്ളാഹു ഒരു വിശ്വാസിയുടെ അടിസ്ഥാന മുദ്രാവാക്യമായിട്ടാണ് അള്ളാഹുവിടെ പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി അള്ളാഹ് എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ മുസീബത്ത് തരുന്നത് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറ ആലിമ്രാനിൽ 155 ആയത്തിൽ മാ അസാബക്കും യൗമൽ തഖൽ ജംആനി, ബദർ യുദ്ധത്തിന്റെ സമയത്താണ് പറയുന്നത്. രണ്ട് കൂട്ടർ ഏറ്റുമുട്ടിയ സമയത്ത് വമാ അസാബക്കും യൗമൽ തഖൽ ജംആനി, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ പ്രതിസന്ധി വന്നതിന്റെ കാരണം ഫബി ഇതിനില്ല, അള്ളാഹിന്റെ അനുമതി പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ ആ പ്രതിസന്ധി വന്നത്. എന്തിനാണ്? വലിയഅലമൽ മുഅ്മിനീൻ വലിയഅലമൽ ലദീന നാഫഖു, നിങ്ങളുടെ ഇടയിൽ കപട വിശ്വാസി ആരെന്നും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ തരുന്നതെന്ന് ആദ്യത്തെ ദിവസം വളരെ കൃത്യമായിട്ട് പറയുന്ന മതമാണ് ഇസ്ലാം. ഇനി അള്ളാഹു പിന്നെ ഈ ഖദറിലുള്ള വിശ്വാസത്തെ കുറിച്ച്, ഇതാണ് രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്തിനാണെന്നുള്ളത്. ഇനി ഖദറിൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുമ്പോൾ ഖുർആൻ തന്നെ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു വിഭാഗം ആൾക്കാരോട് മറ്റൊരു വിഭാഗം ആൾക്കാരെ സഹായിക്കാൻ പറയുമ്പം അവർ പറയുന്നുണ്ട് എന്ത്, അള്ളാഹ് ഓൾറെഡി അവർക്ക് ജീവിതത്തിൽ പിന്നെ എന്താണ് റിസ്ക് കൊടുക്കാത്തത് നമ്മളാണോ ഇനി കൊടുക്കേണ്ടത് വെച്ചാൽ ഖദറിലുള്ള തെറ്റായ പിന്നെ വിശ്വാസമാണ്. ഖദറിലുള്ള വിശ്വാസം എന്തല്ല, നിഷ്ക്രിയത്വമല്ല. എന്ന് വെച്ചാൽ അള്ളാഹ് എല്ലാം ആസൂത്രണം ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാനൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല. ഇത് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് സൂറ ഷൂറയിൽ 39 ആയത്തിൽ വിശ്വാസികളുടെ സ്വഭാവമായിട്ട് പറയുന്നത് വല്ലദീന ഇദാ അസാബഹും ഉൽ ബഅയ്, അവർക്ക് എന്തെങ്കിലും മർദ്ദനം ഏറ്റാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിസന്ധി ഏറ്റാൽ ഹും യന്തസിറൂൻ, അവരെന്ത് ചെയ്യും, രക്ഷാ നടപടി സ്വീകരിക്കും. അവർക്ക് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ അവരെന്ത് ചെയ്യും, രക്ഷാ നടപടി സ്വീകരിക്കും എന്നുള്ളത് ഖദർ എന്നുള്ളത് എന്തല്ല, ഇനാക്റ്റീവ്നെസ് അല്ല, നിഷ്ക്രിയത്വമല്ല എന്നുള്ളതാണ്. അവസാനത്തെ പോയിന്റ്, എങ്ങനെയാണ് നമുക്ക് ഒരു പ്രതിസന്ധി സന്ദർഭത്തിലും ജീവിതത്തിലെ സംഭവങ്ങൾ വരുമ്പോഴും നമുക്ക് ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുക എന്നുള്ളതിൽ ഖുർആൻ 2 ടൂൾസാണ് പറഞ്ഞു തരുന്നത്. അതിലൊന്ന് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സൂറ തഗാബുനിൽ പറയുന്നത് മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടവും വരുന്നില്ല അള്ളാഹിന്റെ അനുമതി പ്രകാരമല്ലാതെ. എന്നിട്ട് അള്ളാഹ് പറയുന്നത് വമൻ യുഅ്മിൻ ബില്ലാ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ യഹ്ദി ഖൽബഹു, അള്ളാഹ് എന്ത് ചെയ്യും, നമ്മുടെ ഹൃദയത്തിന് എന്ത് ചെയ്യും, അതിനൊരു ഹിദായത്ത് തരും. ആ സന്ദർഭത്തിൽ എങ്ങനെ മാർഗദർശനം, എങ്ങനെ പ്രതികരിക്കണം എന്നതിന് ഹിദായത്ത് നൽകും. ഇതാണ് ഒന്നാമത്തെ ടൂള്. രണ്ടാമത്തത് നമസ്കാരമാണ്. നമസ്കാരത്തെ നമ്മളൊരു ചടങ്ങായിട്ട് എടുക്കുമ്പോൾ നമുക്കിത് ഉപകാരപ്പെടില്ല. അള്ളാഹ് പറയുന്നത് സൂറ മആരിജിൽ ഇന്നൽ ഇൻസാന ഖുലിക ഹലൂവ, മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഭയങ്കര അക്ഷമനായിക്കൊണ്ടാണ്. എല്ലാ സംഭവങ്ങളിലും ഭയങ്കര അക്ഷമനായി പ്രതികരിക്കുന്നതാണ് മനുഷ്യന്റെ ജൈവികമായിട്ടുള്ള സ്വഭാവം. ഇതാ മസ്സഹു ഷർറു ജസൂഅ, അവനൊരു തിന്മ ബാധിച്ചാൽ അവൻ എന്ത് ചെയ്യും, ഭയങ്കരമായിട്ട് പൊറുതികേട് കാണിക്കും. ഇതാ മസ്സഹുൽ ഖൈറു മനുഅ, അവന് നന്മ വന്നാൽ അവൻ എന്ത് ചെയ്യും, മറ്റുള്ളവർക്ക് കൊടുക്കാതെ അവത് തടഞ്ഞു വരും. ഇല്ലൽ മുസല്ലീൻ എന്നാണ്. ആര് മാത്രമേ ഈ സ്വഭാവം ഇല്ലാതിരിക്കുള്ളൂ? നമസ്കാരക്കാരാണ്. എന്തുകൊണ്ടാണ്? നമസ്കരിക്കുമ്പം യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് സ്റ്റെബിലിറ്റിയാണ് ട്രെയിൻ ചെയ്യുന്നത്. നമസ്കാരത്തിൽ അള്ളാഹ് മുന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സുജൂദ് ചെയ്യുമ്പം ഇതിനെല്ലാത്തിനുമുള്ള മെഡിസിൻ സുജൂദും റുക്കുവുമാണ്. കാരണം എന്താണ്? നമുക്കൊരു നഷ്ടം വരുമ്പോൾ നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ നമ്മൾ പറയാണെന്ത്, എല്ലാം നിന്റെ ആസൂത്രണത്തിലാണ് നാഥ, നിന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു, നീ എന്നെ ഏറ്റെടുക്കൂ എന്ന് പറയുന്ന പരിശീലനമാണ് നഷ്ടത്തിലുള്ള സുജൂദ്. നമുക്ക് അനുഗ്രഹത്തിലുള്ള സുജൂദ് എന്താണ്?
അനുഗ്രഹത്തിൽ നമ്മൾ സുജൂദ് ചെയ്യുമ്പം ആ സുജൂദിൽ നമ്മൾ പറയുന്നത് ഇതെല്ലാം നിൻ്റേത് മാത്രമാണ് നാഥ, നീ തന്നത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവിതത്തിലുള്ളത്, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ നമസ്കാരത്തിൽ നടക്കുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പം 3 ആയത്തുകളാണ്. ആ 3 ആയത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആത്മവിശ്വാസം കിട്ടുന്നതിന്, വളരെ എക്സ്ട്രീമായി പ്രതികരിക്കാതിരിക്കുന്നതിനുള്ള വലിയ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പാഠമാണ് അള്ളാഹു ഇതിൽ നൽകുന്നത്. അതിൽ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് ജീവിതത്തിൽ നടക്കുന്ന നഷ്ടങ്ങളും ലാഭങ്ങളുമൊക്കെ അള്ളാഹ് അറിയാതെ നടക്കുന്നില്ല എന്ന ഖദറിൻ്റെ പാഠമാണ്. രണ്ടാമത്തത് എന്തിനാണ് അള്ളാഹ് ഇത് പറഞ്ഞു തരുന്നത് എന്ന് ചോദിക്കുന്നത് നമ്മൾ എക്സ്ട്രീമായി പ്രതികരിക്കാതിരിക്കാനാണ്. മൂന്നാമത് അള്ളാഹ് പഠിപ്പിക്കുന്നത് നമുക്ക് ഖദറിലുള്ള വിശ്വാസമില്ലെങ്കിൽ നമ്മളിൽ സംഭവിക്കാവുന്ന 3 രോഗങ്ങൾ: 1 പൊങ്ങച്ചമാണ്, 2 ദുരഭിമാനമാണ്, 3 വല്ലാത്ത പിശുക്കാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പടച്ചവൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉള്ളിൽ അവനുള്ള ആഴത്തിലുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ നിറച്ചു തരുമാറാകട്ടെ. നഷ്ടങ്ങളുടെ സമയത്ത് അവനിൽ ഉറച്ചു നിൽക്കാനുള്ള ഈമാൻ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു ഗസയിലെയും ലബനാനിലെയൊക്കെ ജനങ്ങൾക്ക് ആശ്വാസവും സമാധാനവും ഒക്കെ ധാരാളം നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.